ഹായ് ഹലോ റിവ്യൂവിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി ആകാശിനുള്ള ഡ്രസ്സായിട്ട് ആകാശിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയ സമയത്ത് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കുട്ടികൃഷ്ണ കടലമിഠായി കാണാനിടയാവരുത് എന്നിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ അവിടേക്ക് വരും. അപ്പോൾ അശ്വിൻ അവളെന്താ അങ്ങനെ ഇണങ്ങാതെ നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി കണ്ണ് തുറക്കുമ്പോൾ അശ്വിനെ തന്നെയാണ് കാണുന്നത്. അവളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അവനെ കാണുമ്പോഴൊക്കെ അവൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ലാസ്റ്റ് അവൾ അശ്വിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിൻ ചോദിക്കും, എന്തിനാ എൻ്റെ റിവെഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്തവരൊന്നും ചിരിക്കാൻ അർഹതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ശ്രുതി പറയും, നിങ്ങളുടെ കവിളിൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അശ്വിൻ അവൻ്റെ കയ്യിലുള്ള ആ ദാരം ഇത് എന്താ പറയുക കൊട്ട ശ്രുതിയുടെ ഇതൊന്ന് പിടിക്കാൻ പറയും. അപ്പോൾ ശ്രുതി അത് മേടിക്കുന്നുണ്ട്. ആ സമയം ശ്രുതിയുടെ ഷോൾ എടുത്തിട്ട് ആ മഞ്ഞൾ തുടച്ച് കളയാണ്. അപ്പോൾ കുറേ നേരം ഷോളിൽ പുരട്ടുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ശ്രുതി ചോദിക്കും, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവിടേക്ക് എനിക്ക് വരും. അപ്പോൾ എനിക്ക് ചോദിക്കുന്നുണ്ട്, ശ്രുതി എപ്പോഴാണ് വന്നേ, അകത്തേക്ക് വരും. ഞാൻ അവിടെ എല്ലാ മഞ്ഞളിലാണ്ടിൻ്റെ എല്ലാവരും വീഡിയോയിൽ പകർത്തുമായിരുന്നു. കാരണം ഞങ്ങളുടെ അവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനതെല്ലാം ഫോണിൽ ക്യാപ്ചർ ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഞാൻ ഇപ്പോൾ തന്നെ വന്നതേ ഉള്ളൂ. അപ്പോൾ അകത്തേക്ക് വരാൻ പറയുമ്പോൾ ശ്രുതി പറയും, ഞാൻ വരുന്നില്ല കേട്ടോ, ഞാൻ ഈ ഡ്രസ്സ് ആകാശേട്ടനെ ഏൽപ്പിക്കാൻ ആകാശേട്ടൻ്റെ ഡ്രസ്സ് തന്നു വിട്ടതാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നതാണ്, ഞാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അഞ്ജലി കൂടെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും, ശ്രുതിയോ നീ എപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ വന്നുള്ളൂ ചേച്ചി, ഞാൻ ആകാശേട്ടന് ഡ്രസ്സ് കൊണ്ടുതരാൻ വന്നതാണ്, ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അതെന്തൊരു പോക്കണം, അകത്തേക്ക് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, നിങ്ങൾ ഒരുപാട് നിർബന്ധിച്ചല്ലേ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അവൾ ആ ഡ്രസ്സ് ഒരു റൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പോകുമ്പോൾ അവിടേക്ക് ശ്യാമും കയറി വരുന്നുണ്ട്. അപ്പോൾ ശ്യാമിനെ കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, നിനക്ക് എന്താ എന്നെ കാണുമ്പോൾ ഇത്ര ദേഷ്യം, എന്നോട് എന്തിനെത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞാനിപ്പോൾ ഇവിടെ വന്നത് നിങ്ങളെ കാണാനോ സംസാരിക്കാനൊന്നുമല്ല, ഞാൻ ഈ ഡ്രസ്സ് ആകാശേട്ടന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളിവിടെ നിന്ന് മാറി, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ശ്യാം പറയും, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എന്നോട് ഇങ്ങനെ ഒന്നും പെരുമാറരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഒഴിഞ്ഞു മാറാൻ നിൽക്കുമ്പോൾ ശ്രുതിയുടെ ഷോള് നോക്കിയിട്ട് ഇതെന്താ ഷോളിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ശ്രുതിയുടെ ഷോളിൽ ഞാൻ തുടച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അത് തുടച്ച് കളയുന്നുണ്ട്. ശ്യാമിൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശ്രുതി ഷോള് പിടിച്ച് വാങ്ങിയിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് ദേഷ്യപ്പെട്ടിട്ട്. ശ്രുതി അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ അധികം വിളച്ചിലെടുത്താൽ നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ പറയും, എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ശ്യാമ അവളെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹാളിൽ എല്ലാവരും കൂടെ ഇരിക്കുന്നതാണ്. മുത്തശ്ശി ഇരിക്കുന്നുണ്ട്, അതിന് അപ്പുറത്ത് മനോരമ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ശ്രുതി വരും. അപ്പോൾ പറയുന്നുണ്ട്, മോളെ ശ്രുതി ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പോട്ടെ എന്ന് പറയും. അപ്പം അഞ്ജലി പറയുന്നത് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി നിർബന്ധിച്ച് അവിടെ ഇരുത്താണ്. ആ സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്, ജിലേബിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അഞ്ജലി ചോദിക്കും, ഇതെന്താ ജിലേബി, ഇതിപ്പോൾ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇത് ശ്യാമ പറയുന്നുണ്ട്, ഇത് നല്ല പാലക്കാടൻ ജിലേബി ഞാൻ ഉണ്ടാക്കിയതാണ്, ഇവിടെ ചിലർക്കൊക്കെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്
മനോരമ പറയുന്നുണ്ട്, ഓ ഇതിപ്പോൾ എന്താ കഥ, ജിലേബിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടുകൂടെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമൻ ഇത് കഴിക്കാൻ എന്ന് പറയുമ്പോൾ മനോരമ എടുക്കും. അപ്പോൾ ആ സമയത്ത് അഞ്ജലി പറയുന്ന മുത്തശ്ശിക്ക് കൊടുക്കുമ്പോൾ മുത്തശ്ശിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് ശ്രുതിക്ക് കൊടുക്കുമ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും ശ്രുതിക്ക് ടെൻഷൻ വരുമ്പോൾ മാത്രമാണ് അവൾ ജിലേബി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ അഞ്ജലി ഫോൺ എടുത്തിട്ട് പറയൂ പൂജാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരുമേനി പൂജയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അഞ്ജലി കോൾ കട്ട് ചെയ്തതിന് ശേഷം പറയും, മുത്തശ്ശി പൂജാരിയാണ് വിളിച്ചത്, വൈകുന്നേരം 6:30ക്കാണ് പൂജ, അപ്പോൾ നേരത്തെ എത്താൻ പറയുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് നേരത്തെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ശ്രുതിയോട് പറയും, ശ്രുതി പ്രീതിനെയും കൂട്ടി നിങ്ങളെല്ലാവരും അവിടേക്ക് വരണം, ആകാശിൻ്റെ പ്രീതിയുടെയും പേരുള്ള പ്രത്യേക പൂജയാണ്, അപ്പോൾ എന്തായാലും വന്നോളം നേരത്തെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അഞ്ജലി പറയും, നിനക്കും പ്രീതിക്കുള്ള കുറച്ച് കുപ്പിവളകൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ നിനക്ക് എന്താ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് പറയും, ഞാൻ സെലക്ട് ചെയ്ത് തരാം, എനിക്ക് കുപ്പിവളകളൊക്കെ സെലക്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്, ശ്രുതിക്കുട്ടിക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് എനിക്ക് പോകുമ്പോൾ അഞ്ജലി അവരെല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമിനിത് കണ്ടിട്ട് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. മുത്തശ്ശി പറയും, ഞാനൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ഭയങ്കര ക്ഷീണം എന്ന് പറയുന്നുണ്ട്. സമയത്ത് ശ്യാമ ശരി എന്ന് പറഞ്ഞിട്ട് ശ്യാമ അഞ്ജലിയോട് പറയും, രാജകുമാരി ഇതെടുക്കുക എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞെടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശിന് വരുന്ന സമയത്ത് ഫോൺ വരും. അപ്പോൾ പ്രീതിയാണ്. അവൻ കോൾ എടുത്തിട്ട് പറയും, പ്രീതി ഞാനിപ്പോൾ നിന്നെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ, നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രീതി ഇങ്ങനെ മൂളുന്നുണ്ട്. അപ്പോൾ ആവശ്യം എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയും, സാർ വീട്ടിൽ എൻ്റെ കല്യാണം ആദ്യം മുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയും, അതെന്തിനാണ് അവരോട് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പ്രീതി പറയും, ഇല്ല സാർ, ഇതിന് ശേഷം അവർ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചതിച്ചു എന്ന് കരുതില്ല, അപ്പോൾ അത് അവരോട് പറയണമെന്ന് പറയുമ്പോൾ ആകാശ് പറയും, ചേട്ടന് മാത്രമേ അത് അറിയുള്ളൂ, അതിപ്പോൾ പറയണമെന്നില്ല, അതിനെക്കുറിച്ച് നീ ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഡീൽ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ പ്രീതി പറയും, എന്നാലും അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട സമയമല്ല, എത്ര നല്ല കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കൂ എന്ന് പറയുമ്പോൾ പ്രീതി ശരിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ ശ്രുതിയും എനിക്കും കൂടെ വളകൾ ഹോളിലിരുന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞ കളർ വള ശ്രുതിക്ക് ഇഷ്ടപ്പെടും. ആ സമയത്ത് എനിക്കൊരു പച്ച വള കാണിക്കുമ്പോൾ പറയും, ഇത് നല്ല ഭംഗിയുണ്ട് ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ അവിടേക്ക് വരുന്നുണ്ട്. അശ്വിൻ അവിടെ സോഫയിലിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊന്നും അശ്വിന് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അശ്വിൻ രാമേട്ട ഒരു കോഫി എന്ന് പറയുമ്പോൾ ഇവരത് ശ്രദ്ധിക്കും. അങ്ങനെ എനിക്ക് അശ്വിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ ശ്രുതി കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വേറെ ഒരു റോസ് കളർ വളം എടുത്തിട്ട് പറയും, നന്ദേട്ടാ ഇത് നല്ല ഭംഗിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയും, ഇത് ശ്രുതിക്ക് നല്ല ചേരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേറൊരു വളയും കൂട്ടി എടുത്തിട്ട് പറയും, ഇത് ചേച്ചിക്ക് കൊടുക്കാം, ചേച്ചിക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ അവൾ സെലക്ട് ചെയ്ത വള ഇത് ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയും, ഇട്ടോളൂ എന്ന് പറയും. അപ്പോൾ സമയത്ത് അവൾ ഇടുന്ന സമയത്ത് ആ വള താഴെ പോകുന്നുണ്ട്. അപ്പോൾ അശ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയും, ഞാൻ എടുക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ കുമ്പിട്ട് അത് എടുക്കുന്ന സമയത്ത് ശ്രുതിയുടെ മുടി ഫ്രണ്ടിലേക്ക് വീഴും, കഴുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കെട്ട് അഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവൾ അങ്ങനെ കുമ്പിട്ടിരിക്കുമ്പോൾ എനിക്ക് അതിങ്ങനെ നോക്കി രസിക്കായിരിക്കും. അപ്പോൾ അത് അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അശ്വിൻ എണീറ്റ് ശ്രുതിയുടെ അടുത്ത് പോയിട്ട് മുടി ശരിക്കും പുറത്തേക്കായിട്ടിടും. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ പിറകെ നടക്കുന്നത് എന്തിനാ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ശ്രുതി അശ്വിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്.
ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അശ്വിനോട് ചോദിക്കുന്നത്, എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അശ്വിനോട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അഞ്ജലി വിളിക്കുന്നത്, ശ്രുതി ഒന്ന് ഇങ്ങോട്ട് വരുമോ, അശ്വിൻ നീയും വായോ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും മുത്തശ്ശിയും മനോരമ ഇരിക്കുന്നുണ്ട്. അഞ്ജലി ഡെക്കറേഷൻ സാധനങ്ങൾ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അഞ്ജലി പറയും, എങ്ങനെയുണ്ട് ശ്രുതി എൻ്റെ ഡെക്കറേഷൻ, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, അല്ലെങ്കിൽ നീ നിൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് എല്ലാം ഗംഭീരമാക്കുമല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ടെൻഷനോട് കൂടി തന്നെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, എൻ്റെ ശ്രുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിയുന്ന സമയത്തും മുത്തശ്ശി പറയും, ശ്രുതി നിൻ്റെ ചുരിദാറിൻ്റെ വള്ളി അഴിഞ്ഞെടുക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ശ്രുതി ഇങ്ങനെ ആലോചിക്കുക അശ്വിനെ വഴക്ക്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതിയുടെ ഉടുപ്പിൻ്റെ വള്ളി അഴിഞ്ഞ് കിടക്കുന്ന കാര്യം. അപ്പോഴാണ് ശ്രുതി ആലോചിക്കുന്നത് അശ്വിനോട് വഴക്ക് പറഞ്ഞ കാര്യമൊക്കെ, അതുകൊണ്ടാണ് അശ്വിൻ അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മുത്തശ്ശി വള്ളി കെട്ടി കൊടുക്കും. അപ്പോൾ അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നീ ഇതൊക്കെ കണ്ടിട്ട് ഒരു ആശംസ പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പം അഞ്ജലി പറയും, ശ്രുതി ഇപ്പോൾ ആലോചിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വായോ, ഇതിൽ നല്ല അലങ്കാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് മനോരമ പറയും, എന്തൊക്കെ പറഞ്ഞാലും എത്ര വറുത്തരച്ചാലും താളല്ലേ കറി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ അത് കേട്ടിട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും അഞ്ജലിയൊക്കെ അത് കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അശ്വിനും അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട്, നമുക്ക് ഒരു ഇത് വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം. അപ്പോൾ ആ സമയത്ത് അശ്വിൻ പറയും, ഇവളെ കൊണ്ട് അതിനൊന്നും പറ്റില്ല ചേച്ചി, തോൽക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് അവളുടെ മൂഡ് മാറ്റും. അപ്പോൾ അങ്ങനെ അവൾ അഞ്ജലിയോട് പറയും, അതല്ല ചേച്ചി, ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത്രയും നല്ല ഒരു ചേച്ചിയെ അല്ലേ എൻ്റെ ചേച്ചിക്ക് കിട്ടിയൊരു നല്ല നാത്തൂനല്ലേ കിട്ടിയത് എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എനിക്കും ഈ ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് അവൾ ഉമ്മ കൊടുക്കുന്നുണ്ട്. അതേപോലെ മുത്തശ്ശിയോടും പറയും, ഇനി മുതൽ ഈ മുത്തശ്ശി എൻ്റെയും മുത്തശ്ശിയാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അങ്ങനെ പിന്നെ മനോരമയുടെ അടുത്ത് ചെന്നിട്ട് ആൻറ്റീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് മനോരമയെയും ഉമ്മ കൊടുക്കുന്നുണ്ട്. മനോരമയ്ക്കും ഉമ്മ കൊടുത്തതിന് ശേഷം അതേ ഫ്ലോയിൽ പുറകിൽ നിൽക്കുന്ന അശ്വിൻ്റെ അടുത്തേക്കും പോയിട്ട് അശ്വിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം അതിശയിച്ച് നോക്കുന്നുണ്ട്. അശ്വിനും അതേ ഒരു ഞെട്ടലോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്, അഞ്ജലി അതേപോലെ ഒരു ഞെട്ടലോട് കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ മനോരമയും ഇതെന്താ കഥ എന്നുള്ള ഒരു ഇതിൽ മനോരമയും അതിശയിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശി ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അഞ്ജലി അതേ ചെറുതായിട്ട് ഒരു ചിരിയോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അശ്വിൻ വളരെയധികം വണ്ടറടിച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി അപ്പോഴാണ് ശ്രുതിക്കും ഒരു ഞെട്ടൽ വരുന്നത്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് വിട്ടിട്ട് നോക്കുമ്പോൾ അശ്വിനായിരിക്കും അത്. അപ്പോൾ അവളും ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നുണ്ട്. അശ്വിനൊന്നും തന്നെ തിരിച്ച് പറയുന്നില്ല. ശ്യാമ ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളെ മറ്റൊരു നല്ല എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.